നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ വലിയൊരു പദ്ധതിയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയയെ ആക്രമിക്കുക, അമേരിക്കൻ സ്വാധീനം ഇല്ലായ്മ ചെയ്യുക, മുഖ്യശത്രുവായ അമേരിക്കയെ നശിപ്പിക്കുക, അമേരിക്കയ്ക്കെതിരെ തുറന്നൊരു പോർമുഖം ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് കിം ജോങ് ഉന്നിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനുള്ള ഒരു വലിയ ആണവ പോർമുന തയ്യാറാക്കിയിരിക്കുന്നു കിം ജോങ് ഉൻ. ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയോട് യുദ്ധത്തിനൊരുങ്ങിയാണ് ഇതിനുള്ള തുടക്കം സൃഷ്ടിക്കാനായി പോകുന്നത്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഏത് വിധേനയും പ്രതിരോധിക്കാനായി ദക്ഷിണ കൊറിയയും തയ്യാറെടുക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അമേരിക്കയും വേണ്ട വിധത്തിലുള്ള സൈനിക സന്നാഹ സഹായങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നാണ് ഇത് സംബന്ധിച്ച സൂചന ആദ്യമേ നൽകിയിരിക്കുന്നത്. സിയോളുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കാനുള്ള ഉദ്ദേശം രാജ്യത്തിനില്ല എന്ന് കിം ജോങ് ഉൻ തന്നെ തുറന്നു പറയുകയുണ്ടായി. ഒരു തരത്തിലും തങ്ങൾ ഏകപക്ഷീയമായി ഒന്നും തന്നെ ചെയ്യില്ല, പക്ഷേ ഒരു യുദ്ധം ഒഴിവാക്കാനായി തങ്ങൾക്ക് നിലവിൽ ഉദ്ദേശമില്ല എന്ന് കിം ജോങ് ഉൻ പറഞ്ഞതിലൂടെ വേണ്ടി വന്നാൽ ഒരു യുദ്ധം ചെയ്തിരിക്കും എന്നുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. യുദ്ധത്തിന് തയ്യാറെടുക്കാനും ആണവായുധങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശം തൻ്റെ സൈന്യത്തോട് കിം ജോങ് ഉൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു യുദ്ധത്തിനുള്ള ആഹ്വാനം ചെയ്യൽ തന്നെയാണ് കിം ജോങ് ഉന്നിൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ച് കാണുന്നത്. ഈ അടുത്തായി നിരവധി സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം ഉത്തര കൊറിയ നടത്തിയിരുന്നു. അതും അമേരിക്കയെയും അതുപോലെ ദക്ഷിണ കൊറിയയെയും ഭയപ്പെടുത്തിയതായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാന ആയുധ നിർമ്മാണശാലകൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചുള്ള വിശകലനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് യുദ്ധപ്രഖ്യാപനത്തിലേക്ക് കടക്കുന്ന സൂചന കിട്ടുന്നത്. ദക്ഷിണ കൊറിയ ഒരു മുഖ്യ ശത്രുവായി തന്നെ കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് കൊറിയകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാറ്റത്തിൻ്റെ പുതിയ ഘട്ടമെന്നാണ് ഈ സംഭവത്തെ അദ്ദേഹം ഇപ്പോൾ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നത്. ഒഴിവാക്കാനാകാത്ത യാഥാർത്ഥ്യമെന്നും ഇതോടൊപ്പം കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത് ഉറപ്പായും ഒരു സംഘർഷം നടക്കും, ഒരു യുദ്ധം നടക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. അതിനുള്ള തയ്യാറെടുപ്പ് തങ്ങൾ നടത്തി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. ഏതാനും ആഴ്ചകളായി കൊറിയ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വളരെ മൂർധന്യാവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അത് വർദ്ധിച്ചു പോരുകയാണ്. ഉത്തര കൊറിയയ്ക്ക് മേൽ ദക്ഷിണ കൊറിയ തങ്ങളുടെ ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ ബന്ധം വഷളായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുമായിട്ടുള്ള സൈനിക ഉടമ്പടിയും റദ്ദാക്കിയിരുന്നു. വളരെ മോശകരമായ ഒരു ബന്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള സൂചനകളും ഘട്ടം ഘട്ടമായി പുറത്തു വരികയാണ്.